ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ 4-ാമത്തെ ആഴ്ചയും 3-ാമത്തെ ആഴ്ചയുടെ പ്രശ്നങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? 3-ാമത്തെ ആഴ്ചയുടെ അതേ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ബിഗ് ബോസ് വീട്ടിൽ അടുക്കളയിൽ ഭക്ഷണത്തിന്റെ പേരിൽ വീണ്ടും ഒരു അടികൂടി ആരംഭിച്ചിരിക്കുന്നു. കാര്യങ്ങൾ വിശദമാക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് വീട്ടിൽ പുതിയ ക്യാപ്റ്റൻ്റെയും പുതിയ പവർ ടീമിൻ്റെയും അഥവാ കഴിഞ്ഞ പവർ ടീമിൽ ഒരംഗം കൂടി അഥവാ അർജുൻ കൂടി ഉൾപ്പെട്ട പവർ ടീമിൻ്റെയും അധികാരം ആരംഭിക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ചയായ ഇന്ന്. ടീമുകൾ അവരുടെ ഡ്യൂട്ടികൾ പരസ്പരം വെച്ചുമാറുന്ന ദിവസം കൂടിയാണ് ഇന്ന്. യമുന ഉൾപ്പെട്ട കിച്ചൺ ടീമാണ് ഭക്ഷണം പാചകം ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം പവർ ടീമിൻ്റെ ലക്ഷറി പോയിന്റിന്റെ ഭാഗമായി കിട്ടിയ ചിക്കൻ കറി വെക്കുന്ന ഒരുക്കത്തിലായിരുന്നു യമുനയും മറ്റ് ടീം അംഗങ്ങളും. ഇതിനിടെ പവർ ടീമിന്റെ പുതിയ ഡിസിഷൻ, അതും അർജുന്റെ നിർദ്ദേശപ്രകാരം ഉള്ള ഡിസിഷൻ ഇതാണ്: കിച്ചൺ ടീമിൽ നിന്നും വെളിയിൽ നിന്നും മറ്റൊരാളെ കൊണ്ടുവന്ന് ഓരോ ഭക്ഷണവും ഉണ്ടാക്കിക്കുക എന്ന്. അങ്ങനെ ചിക്കൻ കറി വെക്കാൻ വേണ്ടി ക്ലീനിങ് ടീമിലെ അപ്സരയെ കിച്ചണിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു. അപ്സരയെ ചിക്കൻ കറി വെക്കാൻ വിളിച്ചതോടുകൂടി യമുന അക്കാര്യത്തിൽ ക്ഷുഭിതയാകുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വിളിക്കുകയും ഇഷ്ടമില്ലാത്തപ്പോൾ പുറത്തു പോകാൻ പറയുകയും ചെയ്യുന്ന പുള്ളകളി കളിക്കുന്ന ആളുകളല്ല ഞങ്ങൾ എന്ന് പറയുന്നു. ഇതൊക്കെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യിക്കാൻ പവർ ടീമായ ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പവർ ടീമും, അതേസമയം എൻ്റെ ടീമുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനും അക്കാര്യത്തിൽ സംസാരിക്കാനും എനിക്ക് അധികാരമുണ്ട് എന്ന് ക്യാപ്റ്റനും അഭിപ്രായപ്പെടുന്നു. ഇതിനിടയ്ക്ക് കിച്ചൺ ടീം മൊത്തമായി കിച്ചണിൽ നിന്നും പുറത്തിറങ്ങുന്നു. ഈ സമയം വീണ്ടും പ്രശ്നം ക്ലാരിഫൈ ചെയ്ത് ചിക്കൻ കറി ഉണ്ടാക്കുക മാത്രം അപ്സരയുടെ ജോലിയാണെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി കൊടുക്കുന്നതും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതും നിലവിലെ കിച്ചൺ ടീം തന്നെ ചെയ്യണമെന്നും അതുകൊണ്ട് തന്നെ കിച്ചൺ ടീം ബാക്കി ജോലികൾ അവിടെ ചെയ്യണമെന്നും പറഞ്ഞേൽപ്പിക്കുന്നു. ഈ പ്രശ്നം അതിഗുരുതരമായി മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ യമുനയെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തതായി യമുനയ്ക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. യമുന ഇക്കാര്യത്തിൽ തന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ആഴ്ച ഓർക്കുന്നുണ്ടെങ്കിൽ അറിയാം, മുന്നാഴ്ചത്തെ ഭക്ഷണം ചൂടാക്കി നൽകുന്നതുമായി സംബന്ധിച്ചും പുതിയ ഭക്ഷണം വെക്കുന്നതും സംബന്ധിച്ച് പ്രശ്നങ്ങൾ ആരംഭിച്ചതാണ് അവസാനം സിജോയും റോക്കിയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ അവസാനിച്ചത്. അതുപോലെ തന്നെ ഈ ആഴ്ചയും ഒരു ഭക്ഷണ സംബന്ധമായ പ്രശ്നത്തിൽ നിന്നാണ് ബിഗ് ബോസ് വീട്ടിലെ ആഴ്ചയുടെ ആരംഭം എന്നതാണ് സത്യം.